ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു പൊറുക്കാൻ പറ്റില്ലേ? പറ്റൂല. എന്നാൽ ആരും ഇവിടെ സ്വഹാബത്തിനോട് പറഞ്ഞു വേഗം പോയി കുറച്ച് വിറക് കൊണ്ടുവാ. വിറക് കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോ ഈ സ്ത്രീ ചോദിച്ചു, അള്ളാന്റെ റസൂലേ എന്തിനാ വിറക്? ഇവിടെ വല്ല സത്യമുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ മറുപടി പിന്നെ സത്യ വരിക്കാനല്ല, സഹാബത്തെ ചെല്ലാതെ വിസമ്മതിച്ച് മരിക്കുന്ന നിന്റെ മകന്റെ ശവം ഈ കാണുന്ന വിറക് വിട്ട് കരിച്ചു കളയാൻ. അത് കേട്ടപ്പോ ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞ ഹൽക്കബയുടെ മാതാവ് ഒരൊറ്റ കരുത്തിലാണ് ഹൃദയം പൊട്ടിപ്പോയി. പ്രസവിച്ച മാതാവിന്റെ ഹൃദയം തകർന്നു. അവരെന്ന് പറഞ്ഞത് അൽക്കമയത്ത പരിപാടിയാണെങ്കിലും എത്ര മോശക്കാരനാണെങ്കിൽ അവരെന്റെ വയറ്റിൽ പറഞ്ഞവരുണ്ട്. അവന് ഞാൻ പ്രസവിച്ച മോനല്ലേ, പ്രസവിച്ച ഉമ്മാനെ മുമ്പിലിട്ടിട്ട് മകനെ കരിക്കുന്നത് കാണാനുള്ള കഴിവ് ഒരു മാതാവിനുള്ളതേ. അതുകൊണ്ട് എന്റെ മകന്റെ സകല ദോഷങ്ങൾ ഞാനിതാ പുറത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹു കേൾക്കുന്ന പിന്നീട് അൽക്കമറന്നുകൊണ്ടാണ് എന്ന് ഷഹാദത്ത് ചൊല്ലി മരിച്ച കഥ വളരെ സുവ്യക്തമാണ്. ഞാനീ പറഞ്ഞത് പ്രസവിച്ച പെണ്ണിന്റെ മനസ്സ് സമ്മതിക്കുക. എന്റെ മകന്റെ മയ്യത്ത് കൊണ്ടരണ്ട, എനിക്ക് അവന്റെ മകന്റെ മുഖം കാണണ്ട, അവന്റെ കബറുകളെ വേണ്ടാന്ന് പറയാൻ കണ്ണൂരിലെ എടുക്കാതെ സഹിയാതെ കണ്ട് ഗതുഗതത്തോടെ വേദന കൊണ്ട് ഗതുകേട് കൊണ്ട് പറഞ്ഞു പോയതാണ്. അതറിയാൻ ഒരു സൈക്കോളജിസ്റ്റ് ആവണ്ട. അതുകൊണ്ട് ആ സിറ്റുവേഷനിലേക്ക് കണ്ണൂരിലെ മുഹമ്മദ് ഫയാസിനെ എത്തിച്ചത് ഈ രാജ്യത്ത് പ്രവർത്തിച്ച വിദഗ്ധ സംഘടനയുടെ പറക്കാതെ പറന്നുപോയ ഒരു ജാത സംഘടന ചെറുപ്പക്കാരാ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മത്തിൽ പറഞ്ഞുപോയി, വിദേശകാരൻ മരിച്ചാൽ അവന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കരുത്, അവന് സലാം പറയരുത്. അത് പറഞ്ഞപ്പോ നാട്ടിൽ കലാപുണ്ടായി. എന്തായി പറയുന്നത്? സുന്നിയത് നാട്ടിലെ ആളുകളെ ചെയ്തിരിക്കേ. ഇപ്പോൾ കണ്ണൂരിലെ സഫിയ പറയുന്നത് എന്റെ മോനല്ല, അവന് മയ്യത്ത് ഇവിടെ കബറടക്കണ്ട, അവനെനിക്ക് കാര്യണ്ട. അബ്ദുൽ ഖാദിർ ജീലാനി പോയയിടത്തേക്ക് എത്തണമെങ്കിൽ 1000 കൊല്ലം പിന്നിടണം. അതാണ് കുതുബുൽ അഖ്താബ് തങ്ങൾ പറഞ്ഞത്. ഔലിയാക്കൾക്ക് ഹൃദയത്തിൽ കണ്ടുകൊടുത്തിട്ടുണ്ട്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂൻ. ഔലിയാവിന്റെ ഹൃദയത്തിൽ കണ്ണു വെച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാഹു. ആ കണ്ണുകൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തെ ലൈവ് സ്കാൻ ചെയ്ത് MRI സ്കാൻ ചെയ്തെടുത്തവരാണ് ഔലിയാക്കള്. അവരുടെ കണ്ണ് സ്കാനിന്റെ അവിടെ നൽകപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കള് നേരത്തെ കണ്ടു വിജയത്തിൽ പ്രവർത്തിച്ച രാജ്യദ്രോഹമാകൂ, അവസാനം ഭീകരവാദമാകൂ, പിന്നീട് അത് തീവ്രവാദമാകൂ. അവന്റെ മയ്യത്ത് കബറടക്കാൻ പറ്റാതെയാകൂ, നാടിന് കലാപുണ്ടാകൂ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ നിങ്ങൾ അവരോട് സഹകരിക്കണ്ട, അവർക്ക് മകളെ കെട്ടിച്ചു കൊടുക്കണ്ട, അവരോട് സലാം പറയണ്ട, അവരുടെ മയ്യത്ത് കബറടക്കണ്ട. ഒഴിതീശേഖാണോ ഭീകരവാദി? അതോ പറക്കാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ പറക്കാതെ പോയ ശിശുവായ സിമി എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ചവരാണ് ഇവന്മാരൊക്കെ. തടിയന്റെ അവിടെ നസീർ ആരാ? ഖാദിരിയ തരീഖത്തുകാരനാ? കുമ്മായൻ നാസർ. ഇമാം ഷാഫി, ഹനഫി, അംബലി, മാലിക്കി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പേരൊക്കെ വിളിച്ചു പറയും. ഇസ്ലാമിന്റെ ആൾക്കാരായി വരും. ഇന്നലെ ദിവസം ഏഷ്യാനെറ്റിന് ഒരു ന്യൂസ് എന്താ, തടിയന്റെ അവിടെ നസീറും കുമ്മായൻ നാസറും തമ്മിലുള്ള ബന്ധമുണ്ട് പറയുന്നത്. തടിയന്റെ അവിടെ നസീറിനെ വയതിന് വിളിക്കാൻ കൊണ്ടുപോയ ആളാണ് കുമ്മായൻ നാസർ. എന്താ ഇസ്ലാമിന്റെ ആൾക്കാർ എന്നവിടെ ഈ കുമ്മായ കച്ചവടക്കാരനൊക്കെ ഇവിടെ ബുദ്ധിമുട്ടായത്? മൂന്നാം വെച്ചിട്ട് മരപ്പെട്ടി കൂട്ടി എന്ന് പറഞ്ഞ പോലെ ഇവർക്കാരാണ് ഇസ്ലാമിക പട്ടം നൽകിയത്? ഇവർ ഏത് അതോറിറ്റിയാണ് ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാരാക്കിയത്? അതുകൊണ്ട് ഇത് പറപ്പിച്ചെടുത്ത ബിദഅത്തുകാർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം.
ഈ നാട്ടിലെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരൊറ്റ ഔലിയാനെ പറ്റി ഇവിടുത്തെ ഒരൊറ്റ ഹിന്ദു, ഒറ്റ ക്രിസ്ത്യാനിയും ഒറ്റ നിരീശ്വരവാദിയും ഒരു ഔലിയ തീവ്രവാദിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഖാജാ മൊഹീനുദ്ദീൻ റളിയല്ലാഹു ഒറ്റ കറാമത്ത് കൊണ്ട് 10,000 ആളെ മുസ്ലിമാക്കിയില്ലേ? ആ ഖാജായുടെ ഖബർ പോയി ആർക്കൃഷ്ണ അദ്ദേഹം സിയാറത്ത് ചെയ്തില്ലേ? അടൽ ബിഹാരി വാജ്പേയി സിയാറത്ത് ചെയ്തില്ലേ? ആർക്കെങ്കിലും പരാതിയുണ്ടോ ഖാജാ മൊഹീനുദ്ദീൻ ടെററിസ്റ്റാണെന്ന്? കറാമത്ത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാമികവൽക്കരിച്ച ആളുകളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ വ്യവസ്ഥന് പറയുന്നു അവർ ഈ രാജ്യസ്നേഹികളാണ്. അതേതാണ്ട് വിദേശത്തുകാരെ പറ്റി പറയുന്നു അവരാ കുഴപ്പം. ഇതന്നെ ഔലിയാക്കൾ പറഞ്ഞത് ആ പുലിവാലിലേക്ക് പോകണ്ടാത്. വർഷകാലത്ത് രാംജത്ത് മലാനി പറഞ്ഞല്ലോ, ഞങ്ങളാ പറഞ്ഞത്. രാംജത്ത് മലാനി നമ്മുടെ മർക്കസിൽ വന്ന ഒരാളാണ്, ഇന്ത്യയുടെ മുൻ നിയമകാര്യ മന്ത്രിയാണ്. സുപ്രീം കോടതിയിലെ ഏറ്റവും എഫിഷ്യന്റായ വരുമാനോട് തുല്യതയുള്ള ഒരു ക്രിമിനൽ വക്കീലാണ് രാംജത്ത് മലാനി. ഒരൊറ്റ കേസിന് 2 ലക്ഷവും 4 ലക്ഷവും ഫീസ്, എസ് യുവർ ഓണർ എന്ന് പറഞ്ഞാൽ 4 ലക്ഷം ഫീസ് വഹിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രിമിനൽ ലോയറാണ് രാംജത്ത് മലാനി. സൗദി അറേബ്യയുടെ അംബാസഡർ പങ്കെടുത്തു ആ യോഗത്തിൽ. പ്രതിഭാ പട്ടേൽ ഇന്ത്യയുടെ രാഷ്ട്രപതി പങ്കെടുത്തു, പ്രധാനമന്ത്രി പങ്കെടുത്തു. ആ യോഗത്തിൽ രാംജത്ത് മലാനി വിളിച്ചു പറഞ്ഞു, ഈ ലോകത്ത് ഇസ്ലാമിന് തീവ്രവാദം ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്തം വഹാബികൾക്കാണ്. മുഹമ്മദ് അലി സക്കാഫിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, രാംജത്ത് മലാനിയുടെ വാക്ക് ഞാൻ എന്നെടുത്ത് ഹിക്കായത്ത് ചെയ്തതാണ്. രാംജത്ത് മലാനിയുടെ പറഞ്ഞപ്പോ സൗദി അറേബ്യയുടെ അംബാസഡർ ഡെപ്പോർട്ടിൽ നിന്ന് ബേബേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി ആ യോഗത്തുണ്ട്. അവർ നാളെ വിളിച്ചാൽ പോലെ ഇതിന്റെ ഇടയിൽ കൂടെയാണ്, ഓണത്തിന്റെ ഇടയിൽ ആ പുസ്തക ചോളം നടത്തുന്നു. ഇത്ര വോൾട്ടേജിന് ഞാൻ വിളിക്കുമ്പോൾ ഉറങ്ങണേ ഗിന്നസ് ബുക്കിൽ പേര് പോകും പോലെ, ഗിന്നസ് ബുക്കിലെ. കാരണം ഉറക്കുകുളിക കഴിച്ചാലും കൂടി ഈ സദസ്സിൽ ഓർമ്മ എടുക്കാറില്ല. അമ്മാതിരി ഒറ്റ ഞാൻ എടുക്കണം. എന്നിട്ട് അതിന്റെ ഇടയിൽ കൊടുത്ത് ഉറങ്ങാന്ന് പറഞ്ഞ രാംജത്ത് മലാനി എന്താ വിളിച്ചു പറഞ്ഞത്? കാന്തപുരം ഉസ്താദ് കൈക്കൂലി കൊടുത്ത് വഹിപ്പിച്ചതല്ല രാംജത്ത് മലാനിക്ക്. ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രതിഭാ പട്ടേൽ പങ്കെടുത്ത മീറ്റിംഗ്, സൗദി അറേബ്യയുടെ അംബാസഡർ പങ്കെടുത്ത മീറ്റിംഗ്, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പങ്കെടുത്ത മീറ്റിംഗ്, ഈ രാജ്യത്തെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ സോണിയാഗാന്ധി അക്കൗണ്ട് പങ്കെടുത്ത മീറ്റിംഗ്. ആ മീറ്റിംഗിലാണ് രാംജത്ത് മലാനി പറയുന്നത്, ഇസ്ലാമിൽ തീവ്രവാദത്തിന്റെ വിത്തുപാകിയത് വഹാബികളാണ്, മുജാഹിദുകളാണ്. അടിവരയിടെയാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ. താരീഖുൽ മദീന ഖദീമൻ വഹദീസൻ എന്ന് പറഞ്ഞൊരു കിതാബ് സൗദി അറേബ്യയിൽ 50 റിയാൽ കൊടുത്താൽ കിട്ടും, ഇപ്പോഴും കിട്ടും. ആ കിതാബ് എന്നെടുത്ത് വായിച്ചു നോക്ക്. ഇവിടെ 1111 മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ ആ മുജാഹിദ് പ്രസ്ഥാനം ലോകത്ത് ബീജാഭാവം നൽകിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, പഴയകാലത്തെ നജിബ്, ഇപ്പോഴത്തെ റിയാദ് പട്ടണമാണ് പഴയകാലത്തെ നജിബ്. ആ നജിബിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ച് ഈ നൂതനാശയം സൗദി അറേബ്യയിൽ പ്രചരിപ്പിച്ചപ്പോ അതിനെ എതിർത്തുപോലെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞു. പോരാ, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ നിലകൊള്ളുന്ന ഉഹദ്, ആ ഉഹദിലെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ പൗരാണിക കാലത്തൊരു വലിയ കുബ്ബയുണ്ടായിരുന്നു. ആ കുബ്ബയുടെ ചിത്രം ഈ കിതാബിലുണ്ട്, ഞാൻ പറഞ്ഞ കിതാബിലുണ്ട്. ആ കുബ്ബ അടിച്ചു പൊളിച്ച് നിരപ്പാക്കിയത് മുജാഹിദിന്റെ ഭരണം സൗദി അറേബ്യയിൽ നിന്നപ്പോഴാണ്. ജന്നത്തുൽ ബഖീഇൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഖബർ നമ്മുടെ നാട്ടിലെ ചീനാടത്ത് മക്ബറ കെട്ടിപ്പൊക്കിയ പോലെ കെട്ടിപ്പൊക്കുകയുള്ളൂ. ആ ഖബറിന്റെ മുകളിൽ മനോഹരമായ കുബ്ബയുണ്ടായിരുന്നു. അത് തട്ടിപ്പൊളിച്ച് കളഞ്ഞത് ഈ ഭീകരവാദ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അതിന്റെ ബാക്കി വട്ടങ്ങളാണ് ഇവിടെ ഇപ്പൊ നാട്ടിൽ കടന്നു പിടിച്ചു പോകുന്നത്. ഞങ്ങൾ മമ്പറത്തെ കാലം വിളിച്ചു കളയോ, ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഖബറും വിളിച്ചു കളയുമെന്ന് അവരുടെ തീവ്രവാദ ഭീകരവാദ ആശയം അറിയാതെയും അറിഞ്ഞുമൊക്കെ ചിലപ്പോ പ്രചരിപ്പിച്ച് കളയുന്നു മുസ്ലിങ്ങളെ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, വിദ്യാസമ്പന്നരായ യുവാക്കളെ,
നിങ്ങൾ ഭൗതികതയുടെ പേര് പറഞ്ഞു, പുരോഗമനത്തിന്റെ പേര് പറഞ്ഞു, അന്ധവിശ്വാസത്തിന്റെ പേര് പറഞ്ഞു ഈ പ്രസ്ഥാനത്തിലേക്ക് പോയാൽ നിങ്ങൾ നാളെ നിങ്ങളുടെ വാപ്പാക്ക് കാണാൻ പറ്റാത്ത, നാട്ടിൽ കബറടക്കാൻ പറ്റാത്ത, നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരാൻ പറ്റാത്ത മകനെ സൃഷ്ടിക്കുന്ന അവസ്ഥ വന്നുപോകും, മക്കളെ സൃഷ്ടിക്കുന്ന അവസ്ഥ വന്നുപോകും. അതുകൊണ്ട് ആ പുരോഗതി വേണ്ട. അത് ഔലിയാക്കൾ കാണിച്ചു തന്ന പുരോഗതിയാണ് ഒറിജിനൽ പുരോഗതി, അമ്പിയാക്കൾ കാണിച്ചു തന്ന പുരോഗതിയാണ് ഒറിജിനൽ പുരോഗതി.